പരിശുദ്ധതയുടെ പർദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു പുതിയൊരു വിശുദ്ധയെ പരിചയപ്പെടുകയാണ്. ഭാര്യ, അമ്മ, സഭാസ്ഥാപക എന്നീ പദങ്ങളൊക്കെ അലങ്കരിച്ച ഒരു വിശുദ്ധ. നമുക്ക് ഒരുപക്ഷെ കുറേ പേർക്കൊക്കെ ഈ വിശുദ്ധയെ പറ്റി കേട്ട് പരിചയം ഉണ്ടായിരിക്കില്ലേ. വിശുദ്ധയുടെ പേര് വിശുദ്ധ ലൂയിസ മാരിലാക്ക് എന്നാണ്. വിശുദ്ധ ജനിക്കുന്നത് ഫ്രാൻസിലെ പിക്കാർഡി എന്ന സ്ഥലത്ത് 1591 ഓഗസ്റ്റ് 12 വിശുദ്ധയുടെ അമ്മ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു. വിശുദ്ധയുടെ അപ്പൻ ഒരു രാഷ്ട്രീയ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശുദ്ധയെ അധികം കുഞ്ഞിനെ നോക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധയെ നേരെ സന്യാസിമാരുടെ സംരക്ഷണത്തിലാണ് ഏൽപ്പിക്കുന്നത്. വിശുദ്ധയെക്കുറിച്ച് ലൂയിസയെ പറ്റി പറയുകയാണെങ്കിൽ, ലൂയിസ ചെറിയ പ്രായം തൊട്ട് തന്നെ മാതാപിതാക്കളുടെ ഒരു പരിചരണമൊക്കെ ലഭിക്കാതെ ആണ് വളർന്നു വന്നത്. അങ്ങനെ ഈ സന്യാസിമാരുടെ സംരക്ഷണത്തിൽ കഴിയുമ്പോഴാണ് വിശുദ്ധയ്ക്ക് കൂടുതലും ദൈവഭക്തിയിൽ വളരാനായിട്ടും സന്യാസ ജീവിതത്തോടൊക്കെ ഒരു പ്രത്യേക ആകർഷണമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ വിശുദ്ധ ഒരു വളർന്ന ഒരു 20 വയസ്സ് പ്രായമൊക്കെ ആയപ്പോഴേക്കും വിശുദ്ധയ്ക്ക് സന്യാസ ജീവിതത്തിലേക്ക് കടക്കണമെന്ന തീക്ഷ്ണമായ ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ലൂയിസ തൻ്റെ കുടുംബക്കാരോട് പറയുകയാണ്, സന്യാസ ജീവിതത്തിലേക്ക് കടക്കണം എന്നുള്ളൊരാഗ്രഹം അവരോട് പറയുന്നുണ്ട്. പക്ഷേ ലൂയിസയുടെ കുമ്പസാരക്കാരനും ഇത് കേൾക്കുന്നു. ഈ ഒരു ആഗ്രഹത്തെ പറ്റി ശ്രവിച്ചു കഴിയുമ്പോൾ അദ്ദേഹം ലൂയിസയോട് ദൈവഹിതം ഇതായിരിക്കില്ല, കുടുംബജീവിതമായിരിക്കും എന്നുള്ള ഒരു കാര്യം ലൂയിസയെ അറിയിക്കുന്നു. അങ്ങനെയാണ് ലൂയിസ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ലൂയിസയുടെ കുടുംബക്കാർ തന്നെ ലൂയിസയെ ആൻറ്റോയിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള വിവാഹം നടത്തുന്നു. അവർക്ക് അതിലൊരു ആൺകുട്ടിയെ ലഭിക്കുന്നുണ്ട്. ലൂയിസയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സന്യാസ ജീവിതത്തിൻ്റെ ആഗ്രഹം അങ്ങനെ ഉള്ളിൽ കിടന്ന് അങ്ങനെ അങ്ങ് പോയി. പക്ഷേ കുറച്ചും കൂടി വളർന്ന് കഴിഞ്ഞപ്പോൾ ലൂയിസയ്ക്ക് ദരിദ്രരെ സേവിക്കാനും ആതുര ശുശ്രൂഷയിലൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ലൂയിസ ഈ ആതുര ശുശ്രൂഷ സേവനത്തിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങി. ലൂയിസയുടെ ഭർത്താവും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൂയിസയ്ക്ക് ഈ ശുശ്രൂഷ ജീവിതത്തിന് യാതൊരു തടസ്സവും ഉണ്ടായില്ല. അങ്ങനെ ആ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞ ഏകദേശം ഒരു 7 വർഷമാകുമ്പോൾ ലൂയിസയുടെ ഭർത്താവിന് പെട്ടെന്ന് അസുഖം പിടിച്ച് കിടപ്പായി പോകുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ലൂയിസയ്ക്ക് ജീവിതത്തിൽ ഭയങ്കര മാനസിക ഒരു സംഘർഷത്തിൽ കൂടെ കടന്നു പോവുകയാണ്. എന്താണ് തനിക്ക് ഈ ജീവിതത്തിൽ ഇങ്ങനെ ഭർത്താവിന് സുഖമില്ലാതാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ താൻ ദൈവവിളി ലഭിച്ചിട്ട് അതിലേക്ക് പോവാത്തത് കൊണ്ടാണോ, അതിൻ്റെ ശിക്ഷയാണോ എന്നൊക്കെ ഉള്ള ചിന്തകൾ ലൂയിസയുടെ മനസ്സിൽ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര സംശയം ഉള്ളിൽ ജനിക്കുകയാണ്. അപ്പോൾ ലൂയിസയ്ക്ക് മാനസിക സംഘർഷം ഇതിലൂടെ കടന്നു പോകാനായിട്ട് വളരെയേറെ പ്രയാസപ്പെടേണ്ടി വന്നു. അങ്ങനെയാണ് ലൂയിസ തൻ്റെ കുമ്പസാരക്കാരനോട് വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ അദ്ദേഹം പറയുന്നു, കാത്തിരിക്കുക, ദൈവം ഈ ഒരു സംശയപ്രകൃതിയൊക്കെ മാറ്റി കൂടുതൽ ദൈവിക ചിന്തയിൽ വളരാനായിട്ട് പരിശ്രമിക്കുക, പ്രാർത്ഥനയിൽ കൂടുതൽ തുടരാനൊക്കെ ആയിട്ട് ലൂയിസയുടെ കൺഫസർ കുമ്പസാരക്കാരൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ലൂയിസ വീണ്ടും പ്രാർത്ഥനാ ജീവിതത്തിൽ തുടരുന്നുണ്ട്. അപ്പോൾ സന്യാസ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള ചിന്തയൊക്കെ അങ്ങനെ തൽക്കാലം മാറ്റിവെക്കുകയും ആ ഒരു സംശയപ്രകൃതിയൊക്കെ സാവധാനം വിട്ടുമാറുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം തന്നെ ലൂയിസയ്ക്ക് ഒരു വെളിപാട് നൽകുകയാണ്. അതായത് സന്യാസ ജീവിതത്തിൻ്റെ ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ വ്രതങ്ങൾ സ്വീകരിച്ച് ലൂയിസയ്ക്ക് വീണ്ടും ജീവിതത്തിൽ തുടരാനായിട്ട് സാധിക്കും. പക്ഷേ കാത്തിരിക്കുക എന്നുള്ള ഒരു മെസ്സേജ് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥന സമയത്ത് ലഭിക്കുന്നു. തുടർന്ന് ലൂയിസ തൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിലൊക്കെ വ്യാപൃതയായി വളരെ താല്പര്യത്തോടു കൂടി തന്നെ ഭർത്താവിനെ ശിഷ്ടകാലം ശുശ്രൂഷിക്കുന്നുണ്ട്.
അങ്ങനെ കുറച്ച് നാളുകൾ കഴിയുമ്പോഴാണ് ലൂയിസയുടെ ഭർത്താവ് പെട്ടെന്ന് മരണപ്പെടുന്നു. അപ്പോൾ ഈ മരണപ്പെടുന്ന സമയത്ത് അവരുടെ മുറിയിൽ ലൂയിസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രാർത്ഥനാപൂർവ്വം സ്നേഹത്തോടു കൂടി പരിചരിച്ച് തന്നെ ലൂയിസയ്ക്ക് തൻ്റെ ഭർത്താവിനെ നിത്യസമ്മാനത്തിന് യാത്രയാക്കാനൊക്കെ ആയിട്ട് ഭാഗ്യം ലഭിച്ചു. ഇതിനുശേഷമാണ് ലൂയിസയുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. അത് ഇങ്ങനെയാണ്. ലൂയിസ വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിനെ കണ്ടുമുട്ടുന്നതാണ് ലൂയിസയുടെ ജീവിതത്തിൽ ഒരു വലിയൊരു വഴിത്തിരിവായി മാറുന്നത്. വിൻസെൻ്റ് ഡി പോളിനെ പറ്റി നമ്മൾക്ക് ഏറെ പേർക്ക് അറിയായിരിക്കും. അദ്ദേഹം ആതുര ശുശ്രൂഷ സേവനത്തിൽ വളരെ വ്യാപൃതനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒത്തിരി പേര് അതിലൂടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ ആ സമയത്ത് ആതുര ശുശ്രൂഷയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയം. അദ്ദേഹത്തിന് ഒരുപാട് സഭകളുണ്ട്, സഭാ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നടത്തിപ്പിനായിട്ട് കുറേ പേരെ ഏൽപ്പിച്ചെങ്കിലും അതൊക്കെ ഉത്തരവാദിത്വത്തോടു കൂടി നോക്കിക്കൊണ്ടു പോകാനായിട്ടുള്ള വ്യക്തികളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹം വളരെ തീക്ഷ്ണമായിട്ട് ആരെങ്കിലും ഒന്ന് റെസ്പോൺസിബിളായിട്ട് ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തിയിരുന്നെങ്കിലെന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചിരുന്നു കുറേ കാലമായിട്ട്. അങ്ങനെ യാദൃശ്ചികമായിട്ട് അല്ലെങ്കിൽ ദൈവനിയോഗം എന്നോണമാണ് ലൂയിസ വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിനെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ അദ്ദേഹം ലൂയിസയായിട്ട് സംസാരിച്ച ശേഷമാണ് ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു സേവന മനോഭാവം, അല്ലെങ്കിൽ അവർക്ക് നിൽക്കേണ്ട ആ ഒരു സേവന മേഖല ഏതാണെന്നുള്ളത് അവർ തിരിച്ചറിയുന്നു. അതെല്ലാം രണ്ടും ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ തൻ്റെ ആതുര ശുശ്രൂഷ സേവനത്തിൽ ലൂയിസയെ കൂടി ഉൾപ്പെടുത്തുകയാണ്. പിന്നെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഒരെണ്ണം, അതായത് ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ലൂയിസയെ തന്നെ അദ്ദേഹം ഏൽപ്പിക്കുന്നു. അപ്പോൾ ലൂയിസയ്ക്ക് ദൈവം നിശ്ചയിച്ചിരുന്ന ആ ഒരു വഴിയിലേക്ക് തന്നെ ദൈവം തന്നെ നയിക്കുന്നതായിട്ട് മനസ്സിലാകുകയാണ്. തുടർന്നുള്ള ജീവിതം ലൂയിസ രോഗി പരിചരണത്തിനും തെരുവുകളിലൊക്കെ കിടക്കുന്നവരെ അവരെ എടുത്ത് രോഗി ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആതുരാലയത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അങ്ങനെ തൻ്റെ ആ ഒരു ശുശ്രൂഷ മേഖലയിൽ വളരെ ആക്റ്റീവായിട്ട് ലൂയിസ കടന്നു ചെല്ലുന്നു. അതോടൊപ്പം ലൂയിസയുടെ കൂടെ തന്നെ ഒത്തിരി പേര്, ഒരുപാട് പേര് സ്ത്രീകൾ തന്നെ ലൂയിസയുടെ സേവനത്തിൽ ആകൃഷ്ടരായി ലൂയിസയുടെ കൂടെ ചേരുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ പല പല ശാഖകൾ, സഭാസ്ഥാപനങ്ങളൊക്കെ നടത്തുവാനായിട്ട് ലൂയിസയുടെ നേതൃത്വത്തിൽ തന്നെ ഒത്തിരി പേര് ലൂയിസയോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നു. അങ്ങനെ വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ സഹായത്തോടു കൂടി ലൂയിസയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ എല്ലാവരും ചേർന്ന് വിവിധ ഭവനങ്ങളും അതോടൊപ്പം തന്നെ ദേവാലയങ്ങളൊക്കെ സന്ദർശിച്ച് അവിടുത്തെ വൈദികരെ കണ്ട് സംസാരിച്ച് അതോടൊപ്പം തന്നെ ഭവന സന്ദർശനമൊക്കെ നടത്തി തങ്ങളുടെ ശുശ്രൂഷ ജീവിതം കുറച്ചും കൂടി ആക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് അവർ പരിശ്രമിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആശുപത്രികളും വീടുകളൊക്കെ സന്ദർശിക്കുന്നതിനൊക്കെ അവർക്ക് ഒത്തിരിയേറെ താല്പര്യത്തോടു കൂടി അവർ നടക്കാൻ തുടങ്ങി. ഒരിക്കൽ ഒരു സംഭവം ഇങ്ങനെ പറയുകയാണ്. ലൂയിസ അവരുടെ വീടുകൾ ഇതുപോലെ ഒരു ദേവാലയ സന്ദർശന സമയത്ത് അവിടുത്തെ ദേവാലയത്തിൽ കയറി അവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ഒത്തിരി പേര്, ഒരുപാട് സ്ത്രീകൾ ഇൻസ്പയർഡ് ആകുന്നുണ്ട്. ലൂയിസയുടെ ആ ഒരു പ്രസംഗങ്ങൾ കേട്ട് ഒത്തിരി പേര് അട്രാക്റ്റഡ് ആയി, ഈ ഒരു ശുശ്രൂഷ സേവനത്തിൽ അട്രാക്റ്റഡ് ആയിട്ട് അവർ ഈ ഒരു സേവന മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. മറ്റൊരു സംഭവം ഇങ്ങനെയാണ്. ഇവർക്ക് പലപ്പോഴും ഈ ഒരു സേവനത്തിന് വേണ്ടിയിട്ടുള്ള പണം അല്ലെങ്കിൽ അതൊക്കെ കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എവിടെ നിന്നാണെന്ന് വെച്ചാൽ അത് കൂടുതലും കോൺട്രിബ്യൂഷനായിട്ടാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ പലപ്പോഴും ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളിലെല്ലാം അവർക്ക് ദൈവപരിപാലന എന്നോളം എവിടെന്നെങ്കിലുമൊക്കെ സഹായം എത്തിയിരുന്നു. അങ്ങനെയാണ് ഒരിക്കൽ ഓസ്ട്രിയയിൽ നിന്നുള്ള ഒരു രാജ്ഞി വന്ന് ഇവരെക്കുറിച്ച് കേട്ടറിഞ്ഞ്, ഇവരുടെ ഖ്യാതി ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇവരെ കേട്ടറിഞ്ഞ് ഓസ്ട്രിയയിൽ നിന്നൊരു രാജ്ഞി വന്ന് ഇവരെ സന്ദർശിക്കുകയാണ്. അങ്ങനെ ഇവരുടെ സേവന മേഖലകളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞ ശേഷം അതിൽ ആകൃഷ്ടയായിട്ട് ഈ രാജ്ഞി തന്നെ ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം, ഒരു ഗാർഡിയൻ എന്ന നിലയിൽ ഇവരുടെ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമ്പത്ത് എത്രയാണെന്ന് വെച്ചാൽ പണമൊക്കെ നൽകി ഇവരെ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവപരിപാലന ഓരോ കാര്യത്തിലും അവർ അനുഭവിക്കാനായിട്ട്
ഇടയാകുകയാണ്. പിന്നെ ഉള്ളൊരു വളരെ നമ്മൾ കേട്ടാൽ തന്നെ ഞെട്ടുന്ന ഒരു സംഭവം ആ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 17-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ഒരു പ്രത്യേക സംഭവം ഇങ്ങനെ നടക്കുകയാണ് ആ നാട്ടിൽ. അതായത് കുട്ടികൾ ഏകദേശം ഒരു വർഷത്തിൽ ഒരു 700-300 കുട്ടികളൊക്കെ ആൾക്കാർ തെരുവിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോൾ കുട്ടികളെ ഇങ്ങനെ തെരുവിൽ കൊണ്ടുവന്ന് കളയുന്ന സമയങ്ങളിലെല്ലാം പോലീസുകാർ കൊണ്ടുവന്ന് ലാ കൂഷി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്ത്രീയാണ് അത് നോക്കി നടത്തുന്നത്. പോലീസുകാർ കൊണ്ടുവന്ന് നേരെ കുട്ടികളെ അവിടെ ഏൽപ്പിക്കും. അതിൻ്റെ സ്ഥാപനം നോക്കി നടത്തുന്നത് ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇവർക്ക് സഹായത്തിന് പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല. ഇവരൊറ്റയ്ക്കാണ് ഇത് നടത്തിക്കൊണ്ട് പോയിരുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പലരും ഇത് അറിയുന്നുണ്ടായിരുന്നില്ല. കാര്യം ഇവിടെ ഈ സ്ഥാപനം നടത്തിയിരുന്ന സ്ത്രീ അവർക്ക് ആവശ്യമായ സഹായമൊന്നും കിട്ടിയിരുന്നില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ഈ കുഞ്ഞുങ്ങളൊക്കെ കരയുന്ന സമയങ്ങളിൽ അവരെ എടുത്തുകൊണ്ടുപോയി അവർക്ക് മരുന്ന് കൊടുക്കും. അപ്പോൾ മരുന്ന് കൊടുക്കുമ്പോൾ ചില കുട്ടികൾ സർവൈവ് ചെയ്യും, ചിലർ മരിച്ചു പോകും. അപ്പോൾ ഈ സർവൈവ് ചെയ്യുന്ന കുട്ടികളെയൊക്കെ അവർ കൊണ്ടുപോയി യാചകർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ മന്ത്രവാദികൾക്ക് വിൽക്കുകയോ ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്തു പോന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു സ്ഥാപനം നടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആരും അറിയുന്നില്ലായിരുന്നു. അങ്ങനെ ഒരിക്കൽ വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ ഇതുപോലെ തെരുവിലൂടെ പോകുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. ഒരു കുഞ്ഞിൻ്റെ കൈ ആരോ പിടിച്ച് ഒഴുകിയിരുന്നു. അപ്പോൾ വിൻസെൻ്റ് ഡി പോൾ പെട്ടെന്ന് കയറി ഇടപെട്ട് ആ കുഞ്ഞിനെ അതിൽ നിന്ന് രക്ഷിച്ചിട്ട് നേരെ ഇതുപോലെ ഈ സ്ഥാപനം ലാ കൂഷയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി നേരെ അവിടെ ആ സ്ഥാപനത്തിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഇവരാണ് അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിന് അവിടുത്തെ ശരിയായ ഒരു സ്ഥിതി എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. തുടർന്ന് അദ്ദേഹം ഇടപെട്ട് ഈ കാര്യങ്ങൾ നോക്കി നടത്താനായിട്ട് നേരെ നമ്മുടെ വിശുദ്ധ ലൂയിസയെ ഏൽപ്പിക്കുകയാണ്. തുടർന്ന് ലൂയിസ ആ ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന ജോലി കൂടി, ആ ഒരു ഉത്തരവാദിത്വം കൂടി ലൂയിസ വളരെ പ്രതിബദ്ധതയോടുകൂടി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് കുറച്ച് നാളൊക്കെ നന്നായിട്ട് പോയി. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈ സ്ഥാപനം നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ പണമെല്ലാം കോൺട്രിബ്യൂഷനായിട്ടൊക്കെ ലഭിച്ചിരുന്നു. പക്ഷേ ഇടയ്ക്കൊരു കാലഘട്ടമായപ്പോഴത്തേക്കും ഇതെല്ലാം ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ലൂയിസയ്ക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഇനിയിപ്പോൾ എങ്ങനെ ഇതിനി നടത്തും എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ വന്നു. അങ്ങനെ ലൂയിസ വീണ്ടും നമ്മുടെ വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിനെ കൺസൾട്ട് ചെയ്ത് എന്ത് ചെയ്യണമെന്നുള്ളൊരു കാര്യം അവർ ഡിസ്കസ് ചെയ്യാണ്. അങ്ങനെ ഈ ഒരു ചർച്ചയിൽ അദ്ദേഹം പറയും, നിങ്ങൾ യഥാർത്ഥ ജന്മം കൊണ്ട് നിങ്ങൾ മാതാപിതാക്കളല്ലെങ്കിലും ശുശ്രൂഷ കൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണ്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ സംശയിക്കുന്നു? ദൈവം നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്യും, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ക്രമീകരിച്ച് തരുമെന്ന് പറഞ്ഞ് വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ ഇവരെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ നടത്തിപ്പിനായിട്ടുള്ള ആവശ്യമായ സമ്പത്തൊക്കെ ശേഖരിക്കാനായിട്ട് അവർ ആരംഭിച്ചു. അതിന് പലരിൽ നിന്നുള്ള സഹായമൊക്കെ ചോദിച്ചു വാങ്ങി. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെയും മനസ്സിലായി ഇത് ഇങ്ങനെ തന്നെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യം ലൂയിസ തിരിച്ചറിയുകയാണ്. അങ്ങനെ ലൂയിസ ഇതിനു വേണ്ടിയിട്ട് ഒരു പോംവഴി എന്നോണം ലൂയിസ ചെയ്യുന്നൊരു കാര്യം ഇതാണ്. വിവിധ ദേവാലയങ്ങളിൽ പെർമിഷനോട് കൂടി തന്നെ അവരുടെ ദേവാലയത്തിലുള്ളവരുടെ വൈദികരുടെയൊക്കെ അനുവാദത്തോടു കൂടി ദേവാലയങ്ങളുടെ മുൻപിൽ അവരുടെ കോൺട്രിബ്യൂഷനൊക്കെ ആൾക്കാരുടെ സന്നദ്ധതയോടുകൂടി ഇതിന് സമ്പത്ത് നൽകാനായിട്ട് താല്പര്യമുള്ളവരുടെയൊക്കെ ഇത് സ്വീകരിക്കാനായിട്ട് ഓരോ ദേവാലയങ്ങളുടെ ഫ്രണ്ടിലും ഇങ്ങനെ കുടുക്കകൾ വയ്ക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് കുറച്ചും കൂടി അവർക്ക് ഇതിനേക്ക് പണം കണ്ടെത്താനൊക്കെ ആയിട്ട് ഇടയായത്. ഇതിനുശേഷം പാരീസിൽ വലിയൊരു ആഭ്യന്തര കലഹം നടക്കുകയാണ്. അപ്പോൾ ഇത് ആരംഭിച്ച ശേഷം ആ ഒരു രാജ്യത്ത് വളരെയധികം അൺറെസ്റ്റ് നടക്കുന്നു. അതായത് ആൾക്കാർക്ക് ഭക്ഷണമില്ല, പിന്നെ പണമില്ല. അപ്പോൾ എല്ലാ രീതിയിലും അവർ ബുദ്ധിമുട്ടാൻ തുടങ്ങി. അങ്ങനെ അത് മാത്രമല്ല, പകർച്ചവ്യാധികളും നന്നായിട്ട് പടരാൻ തുടങ്ങി. പ്രത്യേകിച്ച് വസൂരി പോലെയുള്ള രോഗങ്ങളൊക്കെ അവിടെ ശരിക്കും
പകർച്ചവ്യാധികൾ ഇങ്ങനെ പരക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ആൾക്കാർക്കൊക്കെ എല്ലാ രീതിയിലും അവർ ബുദ്ധിമുട്ടുകയാണ്. ഒരാൾ മറ്റ് ആളെ സഹായിക്കാനായിട്ട് ഒട്ടും സന്നദ്ധത കാണിക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ പറയപ്പെടുന്നു, അതായത് ആൾക്കാർ ഭക്ഷണമില്ലാത്ത കൊണ്ട് അവിടുത്തെ പണ്ടകശാലകൾ, അതായത് ഭക്ഷണം ശേഖരിച്ച് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പോലും കൊള്ളയടിക്കാനായിട്ട് ആൾക്കാർ തുടങ്ങി. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ലൂയിസ തൻ്റെ ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ നിൽക്കാതെ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. രോഗികളെ ശുശ്രൂഷിക്കാനായിട്ടും അതുപോലെ തന്നെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിക്കാനും, മാത്രമല്ല തെരുവുകളിലൊക്കെ ഇങ്ങനെ രോഗാവസ്ഥയിൽ കിടക്കുന്നവരെയൊക്കെ ചെന്ന് ശുശ്രൂഷിക്കാനൊക്കെ ആയിട്ട് ലൂയിസ വളരെ സന്നദ്ധതയോടുകൂടി തന്നെ ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് മറ്റ് പല വിശുദ്ധരുടെയും ജീവിതത്തിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് ഫ്രാൻസിസ് അസീസി പോലുള്ള വിശുദ്ധരുടെ ജീവിതമൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, ഇതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് അവസ്ഥയാണ് നമ്മുടെ മുന്നിൽ ആയിരുന്നാൽ പോലും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് ദൈവസ്നേഹം നമ്മളെ പ്രേരിപ്പിക്കും. ഇത് തന്നെയാണ്, ഈ ഒരു ദൈവസ്നേഹാഗ്നി തന്നെയാണ് ലൂയിസയുടെ ഉള്ളിലും കത്തിക്കൊണ്ടിരുന്നത്. നമ്മൾക്കറിയാം, ഇവിടെ നമുക്ക് കോവിഡ് പാൻഡമിക് വന്ന സമയത്തും ഇതുപോലെ തന്നെ ഒരു വലിയൊരു ക്രൈസിസിലൂടെയാണ് നമ്മുടെ നാടും കടന്നുപോയത്. അപ്പോഴും ഇതുപോലെ ഒരുപാട് പേര് സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഒക്കെ ഇറങ്ങി വന്ന് ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനായിട്ട്, രോഗികളെ ശുശ്രൂഷിക്കാനൊക്കെ ആയിട്ട് സന്മനസ് കാണിച്ചു വന്ന മനുഷ്യരുമുണ്ട്, എന്നാൽ പേടിച്ചു മാറി നിന്നവരുമൊക്കെയുണ്ട്. അപ്പോൾ ചില സംഘടനകളെയൊക്കെ നമുക്കറിയാം, അവരൊക്കെ ഇന്നും തുടരുന്നുണ്ട്. കാര്യം അവരുടെ അന്നുണ്ടായ ആ ഒരു ക്രൈസിസ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും എല്ലാവരിൽ നിന്നും വിട്ടുമാറിപ്പോയിട്ടില്ല. അപ്പോൾ നമുക്ക് അന്ന് ആ നാട്ടിൽ പാരീസിലുണ്ടായിരുന്ന സ്ഥിതി എന്തായിരിക്കണമെന്ന് നമുക്കിപ്പോൾ ഊഹിച്ചാൽ മനസ്സിലാകുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് ലൂയിസ യാതൊരു മടിയും കൂടാതെ ഇറങ്ങി ചെല്ലുന്നത്. തുടർന്ന് തൻ്റെ ശുശ്രൂഷ ജീവിതത്തിന് യാതൊരു കോട്ടവും വരുത്താതെ ലൂയിസ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ലൂയിസയ്ക്ക് ഒരു മകൻ ഉണ്ടായിരുന്നെന്ന് നമ്മൾ പറഞ്ഞു. മകൻ വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ പരിചരണത്തിൽ ശുശ്രൂഷയിൽ അവരുടെ ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ മകനെക്കുറിച്ച് ലൂയിസയ്ക്ക് പലപ്പോഴും ആകുലതകളുണ്ടായിരുന്നു. അപ്പോൾ വിൻസെൻ്റ് ഡി പോൾ പറയും, മകനെക്കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമില്ല, അവൻ വളരെ നന്നായി തന്നെ തുടരുന്നു, ഇപ്പോൾ അവന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിടുന്നുണ്ട്. മകനിൽ തന്നെ വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ സംരക്ഷണയിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം കുടുംബത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ഈ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. തുടർന്ന് ഈ ഒരു ശുശ്രൂഷ മേഖലയിൽ, ആതുര ശുശ്രൂഷയിൽ ലൂയിസ വളരെ സന്നദ്ധതയോടുകൂടി തന്നെ തുടർന്ന് പോകുന്നുണ്ട്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ വാർദ്ധക്യത്തിലെത്തുന്നു. അപ്പോൾ വളരെ നാച്ചുറലായിട്ട് ലൂയിസ തൻ്റെ ആ ഒരു ശുശ്രൂഷ ജീവിതത്തിൽ നിന്ന് വിരമിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതുവരെ നമുക്കറിയാം, ലൂയിസയാണ് എല്ലാത്തിനും നേതൃത്വം കൊടുത്ത് സ്ത്രീകളുടെ ആ ഒരു കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുവരുന്നത്, ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി. അപ്പോൾ ലൂയിസ അവരോട് താല്പര്യം പറയുന്നുണ്ട്, അതായത് എനിക്ക് ഇതിൽ നിന്നൊന്നും മാറണം, ഇനി മറ്റ് ആരെങ്കിലും ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് എടുത്ത് ചെയ്യാനായിട്ട് ലൂയിസ അവരോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ആ സമയത്താണ് വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ റോമിൽ നിന്ന് ഇവരുടെ ഒരു സംഘടനയ്ക്ക് യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു നിയമാവലിക്ക് റോമിൽ നിന്ന് അംഗീകാരം ഇതുവരെ ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഈ സമയത്താണ് അംഗീകാരം ലഭിച്ചുകൊണ്ടുള്ള റോമിൽ നിന്നുള്ള കത്ത് വിൻസെൻ്റ് ഡി പോളിൻ്റെ കയ്യിൽ ലഭിക്കുന്നത്. അദ്ദേഹം അത് ഇവരെ വായിച്ച് കേൾപ്പിക്കുന്നത്. അപ്പോൾ അത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പുതിയൊരു ജനറലിനെ നമുക്ക് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അതിലുണ്ട്. അപ്പോൾ ലൂയിസ ഇത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. കാര്യം തനിക്ക് ഇനി വിശ്രമ ജീവിതത്തിലേക്ക് പോകാമല്ലോ എന്നുള്ളൊരു സന്തോഷം ലൂയിസയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് വിൻസെൻ്റ് ഡി പോളിനോട് പറയുമ്പോൾ അദ്ദേഹം പറയും, പക്ഷേ ലൂയിസയുടെ കാലശേഷം മാത്രമായിരിക്കും ഈ ഒരു കാര്യം നിലവിൽ വരുന്നതെന്ന് പറയും. അപ്പോൾ ലൂയിസയ്ക്ക് ഇതിനോട് യോജിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം താൻ ആഗ്രഹിക്കുന്ന ഒന്ന്, പക്ഷേ ചെയ്യേണ്ടി വരുന്നത് മറ്റൊന്നാണല്ലോ. അപ്പോൾ പക്ഷേ അദ്ദേഹത്തെ അനുസരിക്കാൻ കടപ്പെട്ടവളാണ് എന്നുള്ള കാര്യം ലൂയിസയ്ക്ക് 100% നിശ്ചയമുണ്ടായിരുന്നു. അങ്ങനെ ലൂയിസ തുടർന്ന് ആ ഒരു വാർദ്ധക്യത്തിലാണ്, ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ പോലും ആ ഒരു നേതൃസ്ഥാനത്തിൽ തന്നെ വീണ്ടും തുടരുകയാണ്. അങ്ങനെ കുറച്ച് നാൾ കൂടെ കഴിയുമ്പോൾ ലൂയിസയുടെ ശരീരം ഒരു നിഴൽ പോലെ ആയി എന്നാണ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. ലൂയിസ അത്രത്തോളം ശോഷിച്ചു പോയിരുന്നു.
എന്നിട്ടും തൻ്റെ ആ ഒരു വിധേയത്വം ലൂയിസ ഒട്ടും വിട്ടില്ല. അത് മരണം വരെ കാത്തു. തുടർന്ന് വാർദ്ധക്യത്തിലെത്തി. ലൂയിസയുടെ മരണസമയം ദിനങ്ങളടുത്തു. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ലൂയിസ മരിക്കുന്ന സമയത്ത് പൂർണ്ണ ദണ്ഡവിമോചന പ്രാർത്ഥന ചൊല്ലുന്നത് കേട്ടുകൊണ്ടാണ് ലൂയിസ മരണത്തിലേക്ക് കടക്കുന്നത്. ലൂയിസ മരിച്ച സമയം, മരിച്ച് അടക്കിയ സ്ഥലത്ത് അവിടെ നിന്നൊരു പ്രത്യേക സുഗന്ധം പരക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ കാർമേഘം പോലെ ഒരു പുക കാണപ്പെട്ടു, പക്ഷേ അതിന് നല്ല സുഗന്ധവും ഉണ്ടായിരുന്നു. അങ്ങനെ ലൂയിസ നിത്യസമ്മാനത്തിന് യാത്രയാകുകയാണ്. ലൂയിസയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് അവലോകനം ചെയ്താൽ നമുക്കറിയാം, ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ സുഗന്ധം പരത്തുന്നവരായി തീരാനായാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ വരാം, ഒരുപക്ഷെ ശരിക്കും പൂർണ്ണമായിട്ടും പ്രാർത്ഥിച്ച് നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാം. പക്ഷേ ഈ വിശുദ്ധർ എന്ന് പറയുന്നത് അവരും സാധാരണ ഓർഡിനറി മനുഷ്യർ തന്നെയാണ്. പക്ഷേ തങ്ങൾക്കുണ്ടായിരുന്ന കുറവുകളെല്ലാം ദൈവത്തോടൊപ്പം തരണം ചെയ്തു വന്നവരാണ് ഇവർ ഓരോരുത്തരും. ലൂയിസയുടെ ജീവിതത്തിൽ ലൂയിസ നേരിട്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന് വിട്ടുകൊടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. ചില സമയങ്ങളിൽ നമ്മൾ കണ്ടു ഇതുപോലെ വിധേയപ്പെടാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടായിരുന്നു. അതായത് ലൂയിസ മനസ്സിലൊന്ന് വിചാരിക്കും. ആദ്യം വിവാഹത്തിൻ്റെ കാര്യത്തിലായിരുന്നു. സന്യാസ ജീവിതം ആഗ്രഹിച്ചു, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ അതിന് മറ്റുള്ളവർ ഇങ്ങനെ ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് അതിന് വിധേയപ്പെടാനായിട്ട് വളരെയധികം ശ്രമകരമായി തീർന്നു. പക്ഷേ എന്നാലും ലൂയിസ വിധേയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുറവ് ലൂയിസ ദൈവത്തോടൊപ്പം തരണം ചെയ്യുകയാണ്. രണ്ടാമത്തത് മകനെക്കുറിച്ചുള്ള വ്യാകുലത. അപ്പോൾ അത് ലൂയിസയെ വളരെയധികം ബാധിച്ചിരുന്നു. ഈ ഒരു കുറവിനെക്കുറിച്ച് പറയുന്നത് ഏതാണ്? വിശുദ്ധർക്ക് ഉണ്ടാകുന്ന ഏറ്റവും നല്ലൊരു കുറവാണ് ഇതെന്നാണ്, മക്കളെക്കുറിച്ചുള്ള ആകുലത എന്ന് പറയുന്നത്. അതായത് മക്കൾക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മീയ ജീവിതത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും മാതാപിതാക്കൾക്ക് ആകുലതകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതൊരു നല്ല കുറവാണെന്ന് വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ ലൂയിസയ്ക്ക് എഴുതിയ കത്തിൽ ഒരിക്കൽ ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ലൂയിസ ഒരിക്കൽ മകനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടൊക്കെ അറിയിച്ച് ഒരിക്കൽ കത്തെഴുതിയപ്പോൾ വിൻസെൻ്റ് ഡി പോൾ മറുപടി നൽകിയത് ഇങ്ങനെയാണ്: അതായത് മകനെക്കുറിച്ചുള്ള ആകുലതകൾ മാറ്റി വയ്ക്കുക. നമ്മൾ ബൈബിളിൽ നോക്കുകയാണെങ്കിൽ പല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇസ്മായിലിനെ കുറിച്ച് ഇസ്മായിൽ അബ്രാഹത്തിനെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. രഹോബോവാം നമ്മുടെ സോളമനെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പല മക്കളും, അതുപോലെ തന്നെ യാക്കോബിൻ്റെ പല മക്കളും യാക്കോബിനെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല മക്കളും അവരെയെല്ലാം നിരാശപ്പെടുത്തിയിട്ടുണ്ട്, വിശുദ്ധ ജീവിതം നയിച്ചവരെയൊക്കെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മൾ പ്രാർത്ഥന കൈവിടരുതെന്നാണ് അദ്ദേഹം ലൂയിസയ്ക്ക് നൽകിയ നിർദ്ദേശം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾക്കും നമ്മുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ക്വാളിറ്റിയാണ്. അതായത് മക്കൾക്ക് കുറവുകളുണ്ടാകും. ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവെന്ന നിലയിൽ നമ്മൾ ഒരിക്കലും ഒരു പരാജയമല്ല, പക്ഷേ നമ്മൾ 100% കൊടുക്കേണ്ടത് പ്രാർത്ഥനയിലാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യുക. പക്ഷേ ഒരു പാരൻ്റ് എന്ന നിലയിൽ ഞാനൊരു പരാജയമായിരുന്നു എന്നുള്ളൊരു ചിന്തയാണ് നമ്മളെ നിരാശപ്പെടുത്തുന്നത്. അപ്പോൾ ഈ നിരാശ എന്ന് പറയുന്ന സംഭവം ഒരിക്കലും ദൈവികമായ ഒന്നല്ല. ഈ വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ വിശുദ്ധ ലൂയിസയ്ക്ക് നൽകിയ ഈ ഒരു മാർഗ്ഗനിർദ്ദേശം നമ്മൾക്കും ഏറ്റെടുക്കാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ലൂയിസയെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചിരുന്നത് സ്പിരിച്വൽ ഡ്രൈനെസ് എന്ന് പറയും. അതായത് ആത്മീയ വരൾച്ച. വിശുദ്ധരുടെ ജീവിതത്തിൽ ഇപ്പോൾ ആവിലയിലെ അമ്മ ത്രേസ്യ പോലുള്ള വിശുദ്ധരുടെ ജീവിതങ്ങളൊക്കെ നോക്കുമ്പോൾ അതിലെല്ലാം ഈ ഒരു ആത്മീയ വരൾച്ചയെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതായത് നമ്മൾക്ക് പലപ്പോഴും എത്ര പ്രാർത്ഥിച്ചാലും ദൈവം കൂടെയുണ്ടോ എന്നുള്ളൊരു ചിന്ത അത് നമുക്ക് തോന്നത്തില്ല. ആ ഒരു അനുഭവം നമുക്കുണ്ടാകില്ല. വെറുതെ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പം എല്ലാ വിധത്തിലും നമുക്കൊരു ശൂന്യത അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇത് ലൂയിസയുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ലൂയിസ ദൈവത്തോടൊപ്പം അത് തരണം ചെയ്തു. വളരെ പതുക്കെ അത് ഒരു കൺഫസറിനോട് പങ്കുവെച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആത്മീയ ഗുരു ആരോടെങ്കിലും പങ്കുവയ്ക്കുന്ന സമയത്ത് ഒരു വെളിച്ചം ഉള്ളിൽ ലഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു ലഭിക്കുന്ന വെളിച്ചത്തിൽ പരിശ്രമിക്കുന്നു, പ്രാർത്ഥനയിൽ തുടരാനായിട്ട് പരിശ്രമിക്കുന്നു. അങ്ങനെ ആ ഒരു ആത്മീയ വരൾച്ച ലൂയിസ
തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്കും ലൂയിസയുടെ ജീവിതം നമുക്ക് മാതൃകയാക്കാം. നമ്മൾക്കും നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കുറവുകളും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ക്രിസ്തുവിൻ്റെ വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടിയിട്ട് സുഗന്ധം പരത്തുന്നവരായി തീരാം.